ഈ പെഡസ്ട്രിയനായിട്ട് പോണവർക്ക് ഭയങ്കര മുൻഗണന സംഭവങ്ങളൊക്കെയാണ്. ആ ഫ്ലാഗിൻ്റെ ഒരു ഭംഗിയാണല്ലേ. ഇത് എന്ത് തരം നൂഡിൽസ് ആണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. എൻ്റെ തൊട്ട് പുറകിൽ നിങ്ങൾ കാണുന്നതാണ് ശ്രീലങ്കയിലെ 4ാമത്തെ ദിവസമായ ഇന്ന് ഞാനുള്ളത് കാൻഡി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്നലെ നമ്മൾ ഡംബുള്ള എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവസാനം വീഡിയോ സ്റ്റോപ്പ് ചെയ്തത്. അവിടെയായിരുന്നു ഇന്നലെ എൻ്റെ സ്റ്റേ എന്ന് പറയുന്നത്. അവിടെ നിന്ന് രാവിലെ ഞാൻ ബസ് എടുത്തിട്ട് ഒരു 2 മണിക്കൂർ ബസ് യാത്ര ചെയ്ത് എത്തി നിൽക്കുന്നത് ശ്രീലങ്കയിലെ തന്നെ മെയിൻ ഒരു സിറ്റി ആയിട്ടുള്ള കാൻഡി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാൻ റൂമൊക്കെ എടുത്ത് റൂമിനകത്ത് ബെഡ് സ്പേസ് എടുത്തിട്ടുണ്ട്, ഡോർമെറ്ററി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നത് ഇതിൻ്റെ മുകളിലാണ്. ഇതുവഴി കയറി നമ്മൾ മുകളിൽ പോകണം. ഇവിടെ ഒരു കഫേയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് സിറ്റി വ്യൂ ഹോസ്റ്റൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്താണ് നല്ല സിറ്റി വ്യൂ ഒക്കെ കണ്ട് കിടക്കാൻ പറ്റിയ ബെഡ് സ്പേസ് ഒക്കെയാണ്. അപ്പോൾ ഞാൻ അതെല്ലാം ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഷോർട്സിലും പിന്നെ അതുപോലെ തന്നെ എൻ്റെ സ്റ്റോറീസിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാൻഡിയിലെ കുറേ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ്. നല്ല അടിപൊളി ഒരു നഗരമാണ്. അപ്പം വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നമുക്ക് മാക്സിമം സബ്സ്ക്രൈബേഴ്സ് വേണം. ഇന്ന് കാണാൻ പോകുന്നത് കാൻഡിയിലെ കുറേ കാഴ്ചകളാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് കാൻഡി നഗരം എന്ന് പറയുന്നത്. ഭയങ്കര തിരക്കേറിയ ഒരു നഗരമാണ്. കണ്ടില്ലേ, ഇത്രയും ഒരു പോപ്പുലേഷനും ഇത്രയും ഒരു വണ്ടി തിരക്കും ബഹളമൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇപ്പോഴാണ് ശ്രീലങ്കയിൽ വന്നപ്പോഴത്തേക്ക് ഇത്രയും തിരക്ക് കാണുന്നത്. ഇത് കാൻഡിയിലെ മെയിൻ ടൗൺ ആണ്. കണ്ടില്ലേ എന്തോരം തിരക്കാൻ നോക്കി. ഒരുപാട് ഷോപ്പുകളും പബ്ബുകളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദോ ആ കാണുന്ന ഒരു വൈറ്റ് ബിൽഡിങ്ങിൽ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് നമ്മുടെ ബെഡ് സ്പേസ് വരുന്നത്, ഡോർമെറ്ററി സ്പേസ് വരുന്നത്. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. അതിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സിറ്റിയുടെ ഫുൾ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു സ്റ്റേ ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്തിട്ടേ ഉള്ളൂ. ഇന്ന് വൈകിട്ടാണ് നമുക്കിവിടെ സ്റ്റേ വരുന്നത്. അപ്പോൾ നമ്മൾ നഗരത്തിലെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ന്യൂസ് പേപ്പറൊക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ ഫുട്പാത്ത് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ലോട്ടറി എന്ന് പറയുന്നത്. കണ്ടില്ലേ, ലോട്ടറി കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. അപ്പം രാവിലെ സമയം 10 മണി കഴിഞ്ഞ് 10:30 ആയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് എത്തിയത്. രാവിലെ നമ്മൾ ഒരു 6-7 മണി ആയപ്പോഴത്തേക്ക് നമ്മുടെ ഡംബുള്ളയിലുള്ള സ്റ്റേ വിട്ട് അവിടുന്ന് ബസ്സിന് കയറിയതാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ബസ്സിന് കയറിയതാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയത് ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഈ കാൻഡി ടൗണിലെത്തി. കണ്ടില്ലേ എന്ത് വൃത്തിയുള്ള ടൗണാണെന്ന് നോക്കിയാൽ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു ടൗണാണ്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. കണ്ടില്ലേ, നല്ല തിരക്കൊക്കെ ഉണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഇത്രയും ട്രാഫിക്കൊക്കെ ഇപ്പോൾ കാണുന്നത്. ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഈ ഒരു കാൻഡി ടൗണിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് കണ്ടില്ലേ, ഇവിടെ ഒരുപാട് ഫുഡിൻ്റെ ഷോപ്പുകളും പബ്ബുകൾ, റെസ്റ്റോറൻറ്റുകൾ, പിന്നെ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഈ കാൻഡിയിലുണ്ട്. കാൻഡിയിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് കാണാൻ വേണ്ടി പോണത് ടെമ്പിൾ ഓഫ് സാക്രഡ് ടൂത്ത് റെലിക് എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് പിൽഗ്രിം സെൻ്ററാണ്. കണ്ടില്ലേ, അവിടോട്ടുള്ള മാപ്പാണ് ഈ ഇട്ട് വെച്ചേക്കുന്നത്. ടൗണിൽ നിന്ന് വെറും 550 മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടോട്ടാണ് ഫസ്റ്റ് പോകാൻ പോണത്. കാൻഡിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മൊത്തം ശ്രീലങ്കയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടെമ്പിളിലോട്ടാണ് ഫസ്റ്റ് പോകാൻ വേണ്ടി പോകുന്നത്. സൈഡിൽ കണ്ടില്ലേ, ഇതിനപ്പുറത്തായിട്ട് ലേക്കാണ്, കാൻഡി ലേക്കാണ്. ഈ നഗരത്തിൻ്റെ നടുക്കായിട്ട് തന്നെ ഒരു ലേക്കുണ്ട്. ആ കാൻഡി ലേക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാൻഡി എന്ന് പറയുന്നത് ഒരു ഹില്ലി ഏരിയയാണ്. നമ്മുടെ മൂന്നാർ അങ്ങനെയൊക്കെ പോലത്തെ ഒരു ചെറിയ ഹില്ലി സൈഡാണ്. ഈ ടൗൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഹിൽ സൈഡിൻ്റെ ഒരു താഴ്ന്ന ഭാഗമാണ്. കണ്ടില്ലേ, ഓപ്പോസിറ്റ് സൈഡിൽ മലയാളമൊക്കെ കണ്ടില്ല. അതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് ഹോസ്റ്റലുകളും അതുപോലെ തന്നെ ഹോട്ടലുകളൊക്കെ അവൈലബിൾ ആണ്. ഈ മൊത്തം സിറ്റി വ്യൂ ഒക്കെ കാണാൻ പറ്റുന്ന രീതിക്കുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്ത് പോയി. ഇവിടെ നമ്മൾ നിർത്തി തന്നേക്കുന്നതാണ്. ഇവിടെ ഈ പെഡസ്ട്രിയനായിട്ട് പോണവർക്ക് ഭയങ്കര മുൻഗണന സംഭവങ്ങളൊക്കെയാണ്. നമ്മൾ ഈ ഒരു സീബ്ര ക്രോസിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് വേണ്ടി നിർത്തി തരും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. കണ്ടില്ലേ, ഇവിടെ പ്രാവുകളൊക്കെ കണ്ടോ. നല്ല മഴയുടെ ഒരു ചാൻസ് കാണുന്നുണ്ട്. ഇനിയിപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി നേരത്തേക്ക് ഒരു മഴ പെയ്ത് കഴിഞ്ഞാലും പിന്നെ വെയിലാകുന്നതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ മാപ്പ് നോക്കി നേരെ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിലൊരു വലിയൊരു സ്പേസൊക്കെ ഉണ്ട്, ഗ്യാതറിങ് സ്പേസൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്ത് ലേക്കാണ്. അപ്പോൾ നമ്മൾ ഇതുവഴി എൻ്റർ ചെയ്ത് വേണം ഉള്ളിലോട്ട് പോകാനായിട്ട്. ഇത് മെയിൽ എൻട്രൻസ് ഇതുവഴിയുണ്ട്. അപ്പോൾ ഇതിൽ ബാഗേജ് ചെക്കിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ടെമ്പിളിൻ്റെ ഉള്ളിലോട്ട് കയറാം. ടെമ്പിൾ ഓഫ് സാക്രഡ് ട്രൂത്ത് റെലിക് എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് പിൽഗ്രിം സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടെ സൈഡിലൊക്കെ കണ്ടില്ലേ, ഒരുപാട് ലോൺ സ്പേസുകളൊക്കെ ഉണ്ട്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇത്രയും സിറ്റിക്ക് നടുക്കാണെങ്കിലും ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഇവിടെ എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന ബുദ്ധൻ്റെ ടൂത്ത് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് കൊണ്ടുവന്നത് 4th സെഞ്ച്വറിയിൽ എന്തോ ആണ് കൊണ്ടുവന്നത്. പക്ഷേ ഈ ഒരു ടെമ്പിളൊക്കെ ഇത്രയും ഇതായിട്ട് പണിഞ്ഞൊക്കെ സെറ്റപ്പ് ആക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16th സെഞ്ച്വറിയിലെ ഇവിടുത്തെ കിങ് ആണ് ഈ ഒരു ടെമ്പിൾ ഈ ഒരു ഇത്രയും സെറ്റപ്പൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ ടൂത്ത് കൊണ്ടുവന്നത് 4th സെഞ്ച്വറിയിലാണെന്നാണ് പറയപ്പെടുന്നത്.
പക്ഷേ ആ ടൂത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇവരിവിടെ ഒരു ഗോൾഡൻ ബോക്സിനകത്ത് അത് ഇട്ട് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു ടെമ്പിളാണ്, അതിനെ ഇതാക്കിയിട്ടുള്ള ഒരു ടെമ്പിളാണ് ഇതെന്ന് പറയുന്നത്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ ബുദ്ധിസ്റ്റിൻ്റെ ഇതെല്ലാം ട്രസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതായതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം ഫോറിനേഴ്സിന് ടിക്കറ്റ് ഉണ്ട്. ബാക്കി നോർമൽ ശ്രീലങ്കൻസിന് ടിക്കറ്റ് ഫ്രീ ആണ്. ഫോറിനേഴ്സിന് ടിക്കറ്റ് ഉണ്ട്. അതിലും ഇന്ത്യക്കാർക്ക് പാസ്പോർട്ടുമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, പാസ്പോർട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ടിക്കറ്റിൻ്റെ പകുതി പൈസ മാത്രം കൊടുത്താൽ മതി. അതിവിടെ എല്ലാ ബുദ്ധിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ടെമ്പിളാണെങ്കിലും അല്ലെങ്കിൽ ട്രസ്റ്റിനടിയിലുള്ള ഏതൊരു ബുദ്ധിസ്റ്റ് സ്പേസിലാണെന്നുണ്ടെങ്കിലും ടിക്കറ്റിന് നമുക്ക് ഇന്ത്യൻസിന് ഹാഫ് പ്രൈസേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ വരുന്ന ടിക്കറ്റ് ചാർജ് 2000 ശ്രീലങ്കൻ റുപ്പിയാണ്. അപ്പോൾ അത് നമുക്ക് വരുമ്പോഴത്തേക്ക് 1000 ശ്രീലങ്കൻ റുപ്പി മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനത്തെ ഇങ്ങോട്ട് ഒരു സംഭവമുണ്ട്. അപ്പോൾ എല്ലാവരും പാസ്പോർട്ട് എപ്പോഴും കൈ വെച്ചേക്കുക ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക്. വേണ്ട, നമ്മൾ ടെമ്പിളിന് അടുത്തോട്ട് എത്തി. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഗൈസ് ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി. ടിക്കറ്റിന് വന്നത് 1500 രൂപയാണ്. 1500 ശ്രീലങ്കൻ റുപ്പിയാണ് ആയത് ഇന്ത്യൻസിന്. ഫോറിനേഴ്സിനാണെന്നുണ്ടെങ്കിൽ അല്ല, നോർമൽ ബാക്കി വേറെ രാജ്യത്തു നിന്ന് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ 3000 രൂപയാണ് വരുന്നത്, ശ്രീലങ്കൻ റുപ്പിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് എൻട്രൻസ് അകത്തോട്ട് കയറാനായിട്ട്. നമ്മൾ ചെരുപ്പ് ഇടാൻ പാടില്ല, പിന്നെ അതുപോലെ തന്നെ തൊപ്പി വെക്കാനും പാടില്ല. വീഡിയോ എടുക്കുന്നതിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ, പക്ഷേ നമ്മൾ സൈലൻ്റ് ആയിരിക്കണം. അപ്പോൾ ഞാൻ ഇതിനുള്ളിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ടെമ്പിളൊക്കെ കണ്ട് പുറത്തിറങ്ങി. അകത്ത് ടെമ്പിളിൻ്റെ ഭാഗത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അതിൻ്റെ മുകളിലായിട്ട് മ്യൂസിയം ഉണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് അപ്പം മ്യൂസിയത്തിലോട്ടൊന്നും നമുക്ക് വീഡിയോ എടുക്കാനോ സംഭവങ്ങളൊന്നും പറ്റത്തില്ല. മ്യൂസിയത്തിനകത്ത് കുറേ ബുദ്ധിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പഴയ സാധനങ്ങളൊക്കെയാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ടെമ്പിൾ ഓഫ് ട്രൂത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് പുറത്തിറങ്ങാം. ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് തൊട്ട് സൈഡിലായിട്ട് അവിടെ ഒരു വാക്ക് വേ ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ക്യാൻഡി എന്ന് പറയുന്നത് ഒരു ഹിൽ സൈഡാണ്. ഇപ്പോൾ നമ്മളൊരു ഹില്ലിൻ്റെ താഴത്തെ ഭാഗത്താണ്. ബാക്കിയെല്ലാം കണ്ടില്ലേ, മൂന്നാർ ആ ഒരു ഭാഗത്തൊക്കെ പോലെ, മൂന്നാർ വയനാട് ടൗണൊക്കെ ഇല്ലേ, വയനാട്ടിൽ ഇടുക്കി ടൗണൊക്കെ ഇല്ല, അതുപോലൊക്കെയുള്ള സ്ഥലമാണ് ഈ ഒരു ക്യാൻഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ റൂമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് 2 ഓപ്ഷനാണ്. ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഈ സിറ്റി വ്യൂ കാണുന്ന രീതിക്ക് സിറ്റിക്കുള്ളിൽ നിങ്ങൾക്ക് റൂം എടുക്കാം. ഞാൻ എടുത്തത് അങ്ങനത്തെ ഒരു റൂമാണ്. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ ഹിൽ സൈഡിൽ പോയിട്ട് അവിടുന്ന് റൂം എടുത്തു കഴിഞ്ഞാൽ ഈ ടോട്ടൽ സിറ്റിയുടെ വ്യൂ ഒക്കെ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് റൂം എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡി ലേക്കിൻ്റെ ഭാഗത്തോടെ നടന്ന് കുറച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോകാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോവയിലൊക്കെ പോകുമ്പോൾ ഉള്ളൊരു ബിൽഡിംഗ് സ്റ്റൈലും സംഭവങ്ങളൊക്കെയാണ് ഈ ടോട്ടൽ സിറ്റി എന്ന് പറയുന്നത്. ഉള്ളൊരു നമ്മൾ ഗോവയിലൊക്കെ പോകുമ്പോൾ ഉള്ളൊരു വൈബ് പോലെ ഉണ്ട്. കണ്ടില്ലേ, ഓട്ടോസൊക്കെ കണ്ടില്ലേ. ഇവിടുത്തെ ഓട്ടോകളെല്ലാം ഇതുപോലെ പല കളറാണ് കണ്ടില്ലേ, എല്ലാം പച്ച, ചുവപ്പ്, നീല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓട്ടോകൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. കണ്ടില്ലേ, ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ. നമ്മൾ ഗോവയിലൊക്കെ പോകുമ്പോൾ ഉള്ള ആ ഒരു സ്റ്റൈല് ബിൽഡിങ്ങുകളും പിന്നെ റോഡിൻ്റെ ആ ഒരു പാറ്റേണും എല്ലാം ഒക്കെ അതുപോലെ തന്നെയാണ്. കണ്ടില്ലേ, ഇവിടെ പീജനെ ഫീഡ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇതുണ്ട് ഈ ലേക്കിൻ്റെ ഭാഗത്ത് ഇവിടെ ഉപ്പിലിട്ട സാധനങ്ങളും അച്ചാറുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതുണ്ട് വലിയ ചാമ്പക്കയത്, വലിയ ചാമ്പക്കയുണ്ട്, മാങ്ങയുണ്ട്, ചെറിയ നെല്ലിക്കയുണ്ട്. ഇത് കാരക്കയാണ്, കാരക്ക അടിപൊളിയല്ലേ. നമ്മൾ മുമ്പ് കൊൽക്കത്തയിലൊക്കെ പോകുമ്പോൾ ഉള്ള ബസ്സുകളുടെ ഒരു സ്റ്റൈലല്ലേ ഇവിടുത്തെ ബസ്സുകളൊക്കെ കാണാനായിട്ട്. ഒരു പഴയ ബസ്സിൻ്റെ മോഡലിലൊക്കെയുള്ള ബസ്സുകളാണ് ഇപ്പോഴും. ഗവൺമെൻറ് ബസ്സുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളും എല്ലാം ആ ഒരു ഭംഗിയാണ് കാണാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോട്ടൽ സിറ്റിയുടെ ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ ഭയങ്കരമായിട്ട് അത് മാച്ച് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടി. കണ്ടില്ലേ, നിങ്ങൾ തന്നെ നോക്കി ഇവിടുത്തെ നീറ്റ്നെസ് എന്തോരമാണ്. എല്ലാവരും ഭയങ്കര ഡ്രൈവിംഗ് ആണെങ്കിലും ഭയങ്കര നല്ല രീതിക്കുള്ള ഡ്രൈവിംഗ് ഒക്കെയാണ്. കണ്ടില്ലേ, ഒരാൾ ഫുട്പാത്തിൽ നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് വണ്ടി നിർത്തി കൊടുക്കുന്ന നല്ലൊരു ഡ്രൈവിംഗ് കൾച്ചറൊക്കെ ഈ ഒരു സിറ്റി സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് കാണുന്നുണ്ട്. ലോക്കൽ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കല്ല, ഈ ഒരു സിറ്റി സൈഡിൽ വരുമ്പോൾ കണ്ടില്ലേ, അവിടെ കണ്ടോ ആൾക്കാർ ക്രോസ് ചെയ്യാൻ നേരത്ത് വണ്ടികളൊക്കെ നിർത്തി കൊടുക്കുന്നുണ്ടോ. ഞാനിങ്ങനെ ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെയുള്ള ഭാഗത്ത് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി. കണ്ടല്ലോ, 3 കളറൊക്കെ ഉള്ളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് ലേക്കിൻ്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ കണ്ടില്ലേ, ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. ചെറിയ മഴക്കോളൊക്കെ വരുന്നുണ്ട്. ചെറിയ നല്ല കാറ്റൊക്കെ, തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. കോളൊക്കെ മാറി വരുന്നുണ്ടോ, ചെറിയ ഇരുണ്ട് വരുന്നുണ്ട്. ചെറിയൊരു മഴച്ചാറ്റിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മിക്കവാറും ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ തന്നെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂമിൽ പോയിട്ട് പിന്നെ ഇറങ്ങേണ്ടി വരും.
ഈ ലേക്കിൻ്റെ സൈഡിലുള്ള ബ്രിഡ്ജ് ഇറങ്ങി ഞാനിങ്ങനെ താഴോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ച ഉണ്ട്. ഇവിടുത്തെ വെള്ളത്തിൽ ഫുള്ള് മീനുകളൊക്കെ ഉണ്ടോ, കണ്ടോ നമുക്ക് കണ്ടോ, ഫുള്ള് മീനുകൾ കണ്ടോ. ഈ ബ്രിഡ്ജിൻ്റെ അടിയിലുള്ള ഈ ഒരു വെള്ളത്തിൽ കൂടെ ഫുള്ള് മീനുകൾ തൊട്ടപ്പുറത്തോട്ട് ഇങ്ങനെ വെള്ളം ചാടിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു മാളൊക്കെ ഉണ്ട്, തൊട്ടിപ്പുറത്തൊരു മാളൊക്കെ ഉണ്ട്. നമ്മൾ ഈ റോഡിൽ നിന്ന് ഈ ബ്രിഡ്ജ് ഇറങ്ങി താഴോട്ട് വന്നതാണ്. ഇവിടെ കണ്ട് ഈ ഫ്ലാഗ് എല്ലാം അടുത്ത്. ആ ഫ്ലാഗിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലേ, കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഈ റോഡ് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മാളിൻ്റെ ഭാഗത്തോട്ടാണ്. അപ്പം ഇപ്പം ഇപ്പോൾ ചെറിയ മഴ ചാറ്റലും ഇതൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു മാളിൻ്റെ ആ ഭാഗത്തോട്ട് കയറി നിന്നാൽ കുറച്ച് മഴയൊക്കെ കഴിഞ്ഞ് മാറുമ്പോഴത്തേക്കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, ഇതാണ് ശ്രീലങ്കയിലെ ഒരു മാളാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, കൊള്ളാമല്ലേ ഈ ഒരു ഏരിയ കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്. ഒരുപാട് ഫുഡ് സ്പോട്ടുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ക്യാൻറ്റീനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൂറിസ്റ്റ് പ്ലേസുകളേക്കാൾ കൂടുതലായിട്ട് ഇവിടുത്തെ സ്ട്രീറ്റ് മാർക്കറ്റ് ഏരിയകളൊക്കെയാണ് കൂടുതൽ. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്കും അതാ കണ്ടത്. നമ്മൾ ഈ ടെമ്പിൾ ഓഫ് ട്രൂത്തും പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൂടുതൽ ഇവിടുത്തെ ഇതെന്ന് പറയുന്നത് ഇതുപോലത്തെ മാർക്കറ്റ് പ്ലേസുകളും പിന്നെ അതുപോലെ തന്നെ ഫുഡിൻ്റെ ഷോപ്പുകളും അങ്ങനത്തെ ഒരു എൻ്റർടൈനിങ് സോണാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാൻറ്റീൻ ഏരിയ എന്ന് പറയുന്നത്. കണ്ടില്ല, ഇവിടെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സ്പേസ് കണ്ടോ, ഈ ഒരു സ്പേസ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ചൈനയിലൊക്കെ വീഡിയോസ് കാണുന്ന പോലെ പല ലെവലിലായിട്ട് കിടക്കുന്ന സ്പേസ്. പക്ഷേ നമുക്കിത് ഗ്രൗണ്ട് ഫ്ലോർ ആണെന്ന് തോന്നും. അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ ചൈനയിൽ. അതുപോലെ ഇത് കണ്ടോ, ഇവിടെയും ഇത് നമ്മൾ റോട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വന്ന സ്പേസാണ്. പക്ഷേ ഈ മാള് നിൽക്കുന്നുണ്ടോ, മാളിൻ്റെ ഇത് ഏതാണ്ട് 3ാമത്തെ 4ാമത്തെ ഫ്ലോറാണ്. താഴെ റോഡുണ്ട് കണ്ടോ. ഇപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ എന്നുള്ള ആ ഒരു രീതിയിൽ എനിക്ക് തോന്നി. നമ്മൾ ചൈനയുടെയൊക്കെ വീഡിയോസിൽ കണ്ടിട്ടില്ലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് എനിക്കിവിടെ തോന്നി. കൊള്ളാം കേട്ടോ. പക്ഷേ ആ മാളിലോട്ട് പോകാനാണ് ഞാൻ വന്നത്. പക്ഷേ അതിനകത്തോട്ടുള്ള വഴി എനിക്ക് തോന്നി ഇതിൻ്റെയും താഴെ എവിടുന്നാണ് കയറേണ്ടത്. ഇത് അതിന് തൊട്ടിപ്പുറത്തുള്ളൊരു ഓപ്പൺ എയർ തിയേറ്ററും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫുഡ് സ്പോട്ടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ല, ആൾക്കാരൊക്കെ ഇപ്പം ഉച്ച സമയമാണ്. 2:30 മണിയായി, അല്ല 1:30 മണിയായി. അപ്പോൾ 1:30 മണിക്കുള്ള തിരക്ക് കണ്ടില്ല. ഇവിടെ ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ചിട്ടില്ല. കണ്ടോ, ഇവിടുത്തെ ഫുഡ് കോർട്ട് കണ്ടില്ലേ, ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്, കുറേ കൗണ്ടറുകളുണ്ട്. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഒരുപാട് കൗണ്ടറുകളുണ്ട്. നമ്മൾ അതിന് മുന്നേ ഇവിടെ വന്ന് ഓർഡർ എടുക്കണം. ഓർഡർ എടുത്ത് ക്യാഷ് കൊടുത്തതിന് ശേഷം മാത്രമേ, ഓർഡർ ചെയ്ത് ക്യാഷ് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ അതിൻ്റെ ബില്ല് ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫുഡ് തരും. കണ്ടില്ലേ, കുറേ ഫുഡ് ഇവിടെ ഉണ്ട്. ഈ സ്വീറ്റ് ഹോപ്പർ എന്ന് പറയുന്നത് ഇവിടുത്തെ ശ്രീലങ്കയിലെ നമ്മുടെ അപ്പം പോലത്തെ ഒരു സംഭവമാണ്. ഇവിടുത്തെ ശ്രീലങ്കയിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കണ്ടില്ല, ഇവിടുത്തെ ഫുഡുകളൊക്കെ വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പം ഉച്ചയായില്ല, നമുക്ക് ഇവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്ത് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം. ഇവിടെ വടയൊക്കെ ഉണ്ട് കേട്ടോ, വടയും ഉഴുന്ന് വടയൊക്കെ എല്ലായിടത്തും ഉള്ള സംഭവം കേട്ടോ. പക്ഷേ ഇങ്ങനെ ഫുഡൊക്കെ വാങ്ങിയിട്ട് വന്ന് കണ്ടില്ലേ, ന്യൂഡിൽസും പിന്നെ അതുപോലെ തന്നെ മിക്സഡ് ഫ്രഷ് ജ്യൂസും വാങ്ങി. ഇവിടെ വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്കിത് സമാധാനമായിട്ടിരുന്ന് കഴിക്കാം. കാരണം രാവിലെ ബസ് വരുന്നതിൻ്റെ തിരക്കിൽ ഒരു കടയിൽ കയറിയിട്ട് ഓടിത്തെറിച്ച് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഓടുമായിരുന്നു. അതുകൊണ്ട് ഒന്നും കഴിക്കാനൊന്നും പറ്റില്ല മര്യാദയ്ക്ക്. അപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് നൂഡിൽസ് മാത്രമേ ഉള്ളൂ. ബാക്കി കുറേ കൗണ്ടറൊക്കെ എല്ലാം ഒരുവിധമൊക്കെ കംപ്ലീറ്റ് ആയി. പിന്നെ ഉള്ളത് ഈ മറ്റേ വട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് സാൻഡ്വിച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ നൂഡിൽസ് വാങ്ങിയത് കണ്ടോ, ഒരു മുട്ടയൊക്കെ നടുക്ക് കുത്തി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഫ്രഷ് ജ്യൂസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നിട്ട് ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകും. എൻ്റെ മഴയൊക്കെ കുറച്ച് ഒരുവിധം കുറഞ്ഞാണ്ടോ, മഴയൊക്കെ കുറഞ്ഞ്. എന്ത് തരം നൂഡിൽസാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇതിൻ്റെ നൂഡിൽസിൻ്റെ ആ നൂഡിലൊക്കെ കണ്ടോ, മറ്റേ നമ്മുടെ സേമിയ പായസത്തിൻ്റെയൊക്കെ അതിൻ്റെ അത്ര കനമേ ഉള്ളൂ. പിന്നെ ഇതിൽ കടലയൊക്കെ ഇട്ടുണ്ട്, ഒരു കറി പോലത്തെ സംഭവിച്ചിട്ടുണ്ടോ. ഇതിൽ കടലയൊക്കെ ഇട്ട് ഒരു മുട്ടയൊക്കെ തന്നുണ്ടോ. പക്ഷേ ടേസ്റ്റ് കൊള്ളാം, ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല, ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇങ്ങനത്തെ ഒരു നൂഡിൽസ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ടേസ്റ്റ് കുഴപ്പമില്ല. നമ്മൾ ഫ്രഷ് ജ്യൂസും കൂടെ ട്രൈ ചെയ്യാം. ഫ്രഷ് ജ്യൂസ് കൊള്ളാം. എനിക്ക് ഈ നൂഡിൽസിനേക്കാളും ഫ്രഷ് ജ്യൂസ് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഇതുണ്ടല്ലോ, കടല പോലത്തെ ഒരു കറിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ കഴിക്കാം. അങ്ങനെ ഫുഡ് കഴിച്ച് കുറച്ച് നേരം അവിടെ റിലാക്സ് ഒക്കെ ചെയ്ത് ഇപ്പോൾ ഞാൻ ഈ ഒരു ഫുഡ് മാർക്കറ്റിൻ്റെ അകത്തൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ല, ഒരുപാട് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ മാർക്കറ്റാണ്. അപ്പോൾ ഇതുവഴി ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീ മഹാബോധി വിഹാറായ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ഒരു വൈറ്റ് കളർ ബുദ്ധൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. നമ്മൾ ഇന്നലെ കണ്ടില്ലായിരുന്നു, ഒരു ഗോൾഡ് കളർ സ്റ്റാച്ചു. അതുപോലെ വൈറ്റ് കളർ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ക്യാൻഡി, ഈ ഒരു ടൗണിൻ്റെ ഫുൾ വ്യൂ നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ടൗണിൽ നിന്ന് ജസ്റ്റ് 2 കിലോമീറ്ററേ ഉള്ളൂ ആ ഒരു സ്പേസിലേക്ക്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിൽ എന്തുവാണ്, ആ മലയുടെ മുകളിൽ എന്തുവാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ല, ഇത് ബസ് സ്റ്റാൻഡോ മറ്റോ ആണ്. ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെയൊക്കെ കച്ചവടങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക.
ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡി ഏരിയയിൽ വന്നപ്പോഴത്തേക്ക് നല്ല തിരക്കൊക്കെ ഉണ്ട്. ഇങ്ങനെ ഉണ്ടല്ലോ ഇപ്പോൾ ഉച്ച സമയത്തേക്ക് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ റോഡ് ക്രോസിങ്ങിനൊക്കെ കുറേ ദൂരം നടന്ന് അതിനുള്ള സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമ്മൾ ക്രോസ് ചെയ്യാനൊക്കെ പാടുള്ളൂ. അപ്പോൾ ഇതാണ് ആ ഒരു ടൗണിലെ കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീ മഹാബോധി വിഹാറായ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നടന്ന് പോയിട്ട്. അപ്പോൾ അവിടുന്ന് ഈ ഒരു ക്യാൻഡി സിറ്റിയുടെ ടോട്ടൽ വ്യൂ ഞാൻ കാണിച്ചു തരാം. അടിപൊളിയാണ്. ഞാൻ ഫോട്ടോയിലാണ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ഒരു വലിയ ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്, വൈറ്റ് കളർ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഫോട്ടോകളൊക്കെ പോകണുണ്ട്, എല്ലാത്തിൻ്റെ കളറുകളൊക്കെ കണ്ടില്ലേ, അടിപൊളിയല്ലേ. മാപ്പ് നോക്കി നടന്നു തുടങ്ങിയതാണ്. വെറും 200-300 മീറ്റർ ഉള്ളായിരുന്നു ബാക്കി. അപ്പോഴത്തേക്ക് 10-15 മിനിറ്റായി കാണിക്കും. ഇത്ര ദൂരം സംഭവം, ഇത്രയും വലിയ കയറ്റങ്ങളായിരുന്നു ഫുള്ള്. കണ്ടില്ലേ, അപ്പോൾ ഞാൻ ഏതാണ്ട് എത്താറായി. ഇവിടെ നിന്നുള്ള ക്യാൻഡിയുടെ ആ ഒരു ടൗണിൻ്റെ വ്യൂ ഉണ്ടോ, കണ്ടില്ലേ, അടിപൊളിയല്ലേ. ഇനി ഇതിന് മേളിൽ ചെല്ലുമ്പോഴത്തേക്ക് വീണ്ടും നല്ല പാനോരമിക് ആയിട്ടുള്ള അടിപൊളി വ്യൂ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട്. നടന്ന് ഈ മല ഫുള്ള് കയറണം. ഇതിൻ്റെ മേളിലാണ്, ഏറ്റവും മുകളിലാണ്. കണ്ടില്ലേ, ഇവിടെ വന്നപ്പോഴത്തേക്ക് ചെറിയ തണുപ്പും ഇതൊക്കെ ഉണ്ട്, നല്ല കാറ്റും ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. കാരണം ആൾട്ടിറ്റ്യൂഡ് ഹൈ ആയിക്കൊണ്ടിരിക്കുകയല്ലേ, വീണ്ടും നമ്മൾ കയറ്റത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കും. കണ്ടില്ലേ, അയ്യോ ഗൈസ്, അങ്ങനെ നമ്മൾ നടന്ന് മുകളിലെത്തി. കണ്ടില്ലേ, എൻ്റെ തൊട്ട് പുറകിൽ നിങ്ങൾ കാണുന്നതാണ് ശ്രീ മഹാബോധി വിഹാറായ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഒരു വൈറ്റ് കളർ ബുദ്ധ സ്റ്റാച്ചു ഒക്കെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കയറി വന്നേയുള്ള അകത്തോട്ട് പോകാം. അതിന് മുന്നേയായിട്ട് ഞാൻ ഇവിടുത്തെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. കണ്ടില്ലേ, എത്ര മനോഹരമാണെന്ന് നോക്കി. ഇതാണ് ഫുൾ ക്യാൻഡി ടൗൺ എന്ന് പറയുന്നത്. ഇതാണ്, കണ്ടില്ലേ, ആ അറ്റം മുതൽ ആ ഒരു ഫുൾ പനോരമിക് വ്യൂ കണ്ടില്ലേ. ഇവിടുന്ന് ഫുള്ള് ഹില്ലി ഏരിയാസാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരു മൂന്നാർ, ഇടുക്കി അതുപോലത്തേക്ക് ഒരു ഏരിയയാണ് ഈ ക്യാൻഡി എന്ന് പറയുന്നത്. കണ്ടില്ലേ, അതുകൊണ്ട് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ട്രെയിൻ പോകണമുണ്ടോ. നമ്മൾ നാളെ അവിടെ നിന്നുള്ളൊരു ട്രെയിനിൽ കയറിയാണ് അടുത്ത സ്ഥലത്തോട്ട് പോകാനൊക്കെ ഉള്ളത്. കണ്ടില്ലേ, മൊത്തം ടൗണിൻ്റെ ഭംഗി കണ്ടില്ലേ. നേരത്തെ നമ്മൾ പോയ ആ ഒരു ക്യാൻഡി ലേക്ക് എന്ന് പറയുന്നതാണ് ആ ഒരു ദേ അങ്ങ് കാണുന്നത്. അതാണ് ക്യാൻഡി ലേക്ക്. നമ്മുടെ റൂമൊക്കെ ആ ഒരു സൈഡിലായിട്ടാണ്. കണ്ടില്ലേ, ആ ഒരു ലേക്കിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയില്ലേ കാണാനായിട്ട്. അവിടെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ ഉണ്ട്, കണ്ടോ. അടിപൊളിയല്ലേ, ബാക്കിൽ ആ ഒരു മലയും ആ ഒരു ടൗൺ ഫുള്ള് കാണാനായിട്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു മഹാബോധി വിഹാറായ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതിനകത്തോട്ട് പോകാം. കണ്ടില്ല, ആ ഒരു ബുദ്ധ സ്റ്റാച്ചു ഉണ്ടല്ലേ. ഇപ്പോൾ ഒരു മഴക്കോൾ ചെറിയ രീതിക്ക് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ബുദ്ധ സ്റ്റാച്ചു എന്ന് പറയുന്നത്. നല്ല വൈറ്റ് കളറിലുള്ള ബുദ്ധ സ്റ്റാച്ചു ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഇവിടെ ഫോറിനേഴ്സിന് ടിക്കറ്റ് ഉണ്ട്, ശ്രീലങ്കൻസിന് ഫ്രീ ആണ്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ ചെരുപ്പൊക്കെ ഇവിടെ ഊരി വെച്ചിട്ട് അകത്തോട്ട് കയറാം. ക്യാമറ അലൗഡ് ആയിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ചെരുപ്പൊക്കെ നമ്മളിവിടെ കൗണ്ടറിൽ വെച്ചിട്ട് മേളോട്ട് കയറുകയാണ്. പിന്നെ ഒരു പട്ടി നോക്കിയിരിക്കുന്ന നോക്കി, കൈയൊക്കെ പുറത്തിട്ട് നോക്കുന്ന നോക്കി. അപ്പോൾ നല്ല കയറി വരുമ്പോൾ ആനയുടെ ഫോട്ടോയൊക്കെ ഉണ്ട്. നല്ല വൈറ്റ് കളറിലുള്ള ബിൽഡിങ് കേട്ടോ. ഈ നടന്ന് വന്നതിൻ്റെ അവർ കേതപ്പ് ഇതുവരെ മാറിയിട്ടില്ല. ടിക്കറ്റ് നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് 300 രൂപയുടെ ടിക്കറ്റാണ്. കണ്ടില്ലേ, 300 ശ്രീലങ്കൻ റുപ്പിയാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോഴത്തേക്ക് മേളിലോട്ടുള്ള ആ ഒരു ബുദ്ധൻ്റെ വ്യൂ കണ്ടില്ലേ, എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാനായിട്ട്. വലിയൊരു സ്റ്റാച്ചു ആണ്, നല്ല വൈറ്റ് കളറിൽ. അടിപൊളിയല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഇവിടെ ആരും ഇല്ല. ഇപ്പം ഞാനും പിന്നെ വേറെ 1-2 പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. കണ്ടില്ലേ, ഉച്ച സമയമാണ്. ആ ഒരു സ്റ്റാച്ചു ഒക്കെ കണ്ടില്ലേ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നാലും ഈ ഒരു ക്യാൻഡിയുടെ ഫുൾ വ്യൂ കാണാൻ പറ്റും. കണ്ടില്ലേ, കുറച്ചും കൂടെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ കാണാൻ പറ്റും ഇതിൻ്റെ കുറച്ചുകൂടെ മുകളിൽ കയറുമ്പോഴത്തേക്ക്. കണ്ടില്ലേ, അയ്യോ അടിപൊളി തന്നെ, നല്ല കാറ്റും. ഇത്രയും കയറ്റം കയറി വന്നിട്ട് ആ ഒരു കാറ്റൊക്കെ വീശുമ്പോഴത്തേക്ക് അടിപൊളി ഫീലാണ്. കണ്ടില്ലേ, ഇവിടെ ആൽമരമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ മുകളിലോട്ടാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്സൊക്കെ കയറി ഇതിൻ്റെ മുകളിലെത്താൻ പറ്റും. എത്രത്തോളം മുകളിൽ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ ചോദിച്ചപ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റെപ്പ് വഴി മുകളിലോട്ട് കയറി പോകാമെന്നാണ് പറഞ്ഞത്. കണ്ടില്ലേ, ഇവിടുത്തെ വ്യൂ കണ്ടില്ലേ. നമ്മൾ സ്റ്റെപ്പ് വഴി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല തണുത്ത കാറ്റുണ്ട്. ഈ പോകുന്ന വഴിക്കെല്ലാം ഈ സ്റ്റാച്ചുവിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു ബുദ്ധിസ്റ്റ് ചെറിയ ബുദ്ധൻ്റെ ചെറിയ സ്റ്റാച്ചുകളും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിലെത്തി, ഏറ്റവും മുകൾ ഭാഗത്തെത്തി. കണ്ടില്ലേ, നമ്മൾ ബുദ്ധൻ്റെ ആ ഒരു സ്റ്റാച്ചുവിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷനിലാണ് നിൽക്കുന്നത്. കണ്ടോ, ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ ഗൈസ്? എന്താ ഗൈസ്, ഇങ്ങനെ ശ്രീ മഹാബോധി വിഹാരയുടെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇനി നമുക്ക് ഈ മല ഫുള്ള് തിരിച്ചിറങ്ങണം. അതാണ് ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്.
കയറുമ്പോൾ നമ്മൾ കാണാനുള്ള ആവശ്യത്തിൽ കയറിങ്ങ് പോകും. അപ്പോൾ ഇനി തിരിച്ചിറങ്ങുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഇത് കണ്ടില്ല, ഭയങ്കര ഇറക്കമാണ്. കയറി വന്നപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഇനി കാലങ്ങോട്ട് ഉറക്കത്തില്ല. പിന്നെ ചന്ദ്രനിലൊക്കെ നടക്കുന്നില്ല, ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുതിച്ചങ്ങ് പോകും. താഴെ നടന്ന് തിരിച്ച് ടൗണിൻ്റെ ഭാഗത്തെത്തി. നമ്മുടെ റൂമിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്ത് ഇവിടുത്തെ മാർക്കറ്റൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ചിപ്സ്, മിക്സർ അങ്ങനത്തെ സാധനങ്ങളും കുറേ വെജിറ്റബിൾസൊക്കെ സൈഡിലൊക്കെ ഇട്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അതിൻ്റെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. വൈകിട്ട് അതിൻ്റെ തിരക്കുണ്ട്. 4 മണിയൊക്കെ ആയില്ല. സ്കൂൾ വിട്ട് കുറേ വണ്ടികളും കുട്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതും തിരക്കും ഫുൾ ഓഫീസ് വിടുന്ന ടൈമൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ഉണ്ട്. ഈ സൈഡിലോട്ടൊക്കെ ഫുൾ ഇതുപോലെ കച്ചവടങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് 4 ചുറ്റും ഒരുപാട് മാർക്കറ്റുകളുണ്ട്. ഈ ഒരു ക്യാൻഡി ഈ ഒരു ഏരിയയിൽ, ഈ ടൗണിൻ്റെ നടുക്ക് തന്നെ ഒരുപാട് മാർക്കറ്റുകളുണ്ട്. നമുക്ക് വന്ന വഴിക്കൊക്കെ ഒരുപാട് മാർക്കറ്റുകൾ കണ്ടില്ലേ. ഒക്കെ കാണുമ്പോഴത്തേക്കുണ്ട്, ഈ ബസ് കാണുമ്പോഴത്തേക്ക് കൊൽക്കത്തയിൽ പോയ ആ ഒരു ഇതാണ് ഓർമ്മ വരുന്നത്. കൊൽക്കത്തയിലൊക്കെ ഉള്ള പോലെ ബസ്സുകൾ, ഓട്ടോകളൊക്കെ കണ്ടില്ലേ, ആ ബസ്സുകളൊക്കെ കിടക്കുന്നുണ്ടോ. കറക്റ്റ് നമ്മൾ കൊൽക്കത്തയിൽ പോയപ്പോൾ ഉള്ള സെയിം ഈ ഒരു മൊത്തം ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിലും ഏകദേശം അതുപോലെ തന്നെ കൊൽക്കത്ത പോയ ഒരു ഫീലൊക്കെ ഉണ്ട് ഇപ്പോഴും. അതിൻ്റെ ഒരു ഓർമ്മകളൊക്കെ വരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഉണ്ടല്ലേ ഫുള്ള് കച്ചവടങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ചെറിയ മഴ ചാറി തുടങ്ങിയിട്ടുണ്ടോ, പൊടിയുന്നുണ്ട്, ചെറുതായിട്ട് പൊടിയുന്നുണ്ട്, മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ബസ്സിൻ്റെയൊക്കെ കളർ കണ്ടോ, അയ്യോ എന്തൊക്കെ ഡീറ്റെയിലാണ് ചെയ്ത് വെച്ചേക്കുന്ന നോക്കി. നമ്മളങ്ങനെ ഈ സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ഓക്കെ. സോറി, ഐ ആം നോട്ട് ഫ്രം ദിസ് പ്ലേസ്, ഐ ഡോണ്ട് നോ. എന്നോട് ചോദിക്കുക, ഞാൻ തന്നെ ഇതിനകത്ത് കണ്ടതാ, പറഞ്ഞില്ലേ ഫോറിനറാണെന്നുള്ള ഒരു ബഹുമാനമോ അല്ലെങ്കിൽ കണ്ടാലേ അറിയത്തില്ല, എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എങ്ങാണ്ടുള്ള ലോക്കലാണെന്നാണ് വിചാരിക്കുന്നത്. അതൊക്കെ പോട്ടെ. അപ്പം നമ്മൾ ടൗണിലൊക്കെ കണ്ട് നടന്നിറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് തിരിച്ച് വീണ്ടും ഈ ഒരു ക്യാൻഡി ലേക്കിൻ്റെ ഭാഗത്തെത്തി. നമ്മൾ രാവിലെ ഈ ഒരു ക്യാൻഡി ലേക്കിൻ്റെ ഈ ഒരു ചുറ്റുപാടൊക്കെയാണ് നമ്മൾ രാവിലെ കണ്ടത്. അപ്പം തിരിച്ച് ഇവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് ഇവിടെ കാൻഡിയൻ കൾച്ചറൽ ഡാൻസിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. എല്ലാ ദിവസവും 2 സ്പേസിലായിട്ട് നടക്കുന്നുണ്ട്. അതായത് ഒന്ന് ആ ഒരു സൈഡിലോട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ വന്ന ഈ ഒരു ടെമ്പിൾ ടൂത്തിൻ്റെ ഇതിനടുത്തായിട്ട് ഒരു സ്പേസിലും കൂടെ ഈ ഒരു കൾച്ചറൽ ഡാൻസ് നടക്കുന്നുണ്ട്. അതായത് ഇവിടെ ഒരു ഹാളുണ്ട്, ഈ ഒരു ഹാളിലും കൂടെ ആ ഒരു കൾച്ചറൽ ഡാൻസ് നടക്കുന്നുണ്ട്, കാൻഡിയൻ കൾച്ചറൽ ഡാൻസ് നടക്കുന്നുണ്ട്. അപ്പം അത് വൈകിട്ട് ഒരു 5 മണി 5:45 ആ ഒരു ടൈമിങ്ങിലാണ്. എന്തോ എൻട്രി ടിക്കറ്റൊക്കെ ഉണ്ട്, 2000 ആണെന്നാണ് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. 2000 ശ്രീലങ്കൻ റുപ്പി ആണെന്നാണ് പറഞ്ഞത്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ കണ്ടില്ലേ ചെറിയ മഴച്ചാറിലൊക്കെ ഉണ്ട്. രാവിലെ തൊട്ട് ഇങ്ങനെ ചെറുതായിട്ട് മഴ ചാറി നിൽക്കുന്നത്. ഈ ഒരു സ്പേസിലൊക്കെ നമ്മൾ രാവിലെ വന്നതാണ്. ഇവിടെയാണ് ആ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനൊരു ചുറ്റുവട്ടത്തായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ ആർക്കെങ്കിലും ചോദിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് കൾച്ചറൽ ഡാൻസ് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ. ലേക്കിൽ ഫുള്ള് മീനുകളാണ് കേട്ടോ, എല്ലാം നല്ല വലിയ മീനുകളാണ്. ഇവിടെ കണ്ടില്ലേ ഫീഡ് ചെയ്യുന്നുണ്ട്, ഫിഷിന് ഫീഡ് ചെയ്യുന്നുണ്ട്. വലിയ മീനുകൾ കണ്ടില്ലേ ഇതിനകത്ത് കൂടുതലും വലിയ കരിമീനൊക്കെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് പോകുന്നതൊക്കെ കണ്ടോ, വലിയ കരിമീനൊക്കെയാണെന്ന് തോന്നുന്നു. ഇതൊന്നും ഇവിടെ കടകളിലൊന്നും കണ്ടില്ല. ഇതിൽ നിന്ന് ഇനി ഫിഷിങ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഇതിനകത്തുനിന്ന്. അല്ലെങ്കിൽ കണ്ടില്ല എല്ലാം ഈ സൈഡിലൊക്കെയാണ് വന്ന് കിടക്കുന്നത്. പക്ഷെ ആരും പിടിക്കുന്നൊന്നുമില്ല കണ്ടോ, എല്ലാം വലിയ മീനുകളാണ്. ഫുഡൊക്കെ കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട് ആൾക്കാർ. നമ്മളങ്ങനെ ഈ ഒരു കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്ന ഈ ഒരു ഏരിയയിലെത്തി. ഈ ഒരു ബിൽഡിങ്ങിനകത്താണ് കണ്ടില്ലേ കാൻഡിയൻ കൾച്ചറൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിനകത്താണ് പ്രോഗ്രാം നടക്കുന്നത്. ഒരു ടിക്കറ്റിന് വരുന്നത് 2000 ശ്രീലങ്കൻ റുപ്പീസാണ് നമ്മുടെ നിന്ന് വാങ്ങിയത്. ഇവിടുത്തെ ശ്രീലങ്കൻസിന് എത്രയാണെന്ന് അറിയത്തില്ല. നമുക്ക് വാങ്ങിയത് ശ്രീലങ്കൻ റുപ്പി 2000 രൂപയാണ് വാങ്ങിയത്. നമ്മൾ മാക്സിമം നേരത്തെ വന്ന് ടിക്കറ്റ് എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടത്തില്ല. കാരണം ഒരുപാട് റിസർവേഷൻ ഉണ്ട്. ഞാനിപ്പോൾ അതിനിടയ്ക്ക് ഒരു സീറ്റ് കിടന്നതിലാണ് ഞാൻ എൻ്റെ ബോർഡ് എഴുതി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈം ആകുമ്പോഴത്തേക്കും 5 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 4:50 ആകുമ്പോൾ നമ്മൾ കയറി ആ സീറ്റിനകത്ത് ഇരിക്കുക. ഒരു 10-15 മിനിറ്റുള്ള പ്രോഗ്രാമാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല കൃത്യമായിട്ട്. കണ്ടില്ലേ ഈ ഒരു ക്യാൻഡി ലേക്കിന് അടുത്തായിട്ടാണ്, ഈ ക്യാൻഡി ലേക്കിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ക്യാൻഡിയൻ കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഇവിടെ ക്യാൻഡിയിൽ വരുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു കൾച്ചറൽ ഡാൻസും കൂടെ കണ്ടിട്ടേ പോകാവുള്ളൂ. അതൊരിക്കലും മിസ് ചെയ്യരുത്. നല്ലൊരു പരിപാടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ ഡാൻസ് നടക്കുന്ന ആ ഒരു ഹാളിനകത്തെത്തി. കണ്ടില്ല ഇത്രയും സീറ്റിംഗ് ഉണ്ട്, മേളിലും ഒക്കെ ഉണ്ട്. ഈ ഒഴിഞ്ഞ് കിടക്കുന്ന എല്ലാം റിസർവ്ഡ് ആണ്. കണ്ടില്ല ഇതുപോലെ എല്ലാവരും റിസർവ്ഡ് ഒന്നും എഴുതി വെച്ചിട്ടാണ് പുറത്ത് നിൽപ്പുണ്ട് എല്ലാവരും. ഇനി സമയമാകുമ്പോഴത്തേക്ക് 4:50 ആകുമ്പോഴത്തേക്ക് തിരിച്ച് കയറിയാൽ മതി. 5 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 മണി തൊട്ട് 6 മണി വരെ 1 മണിക്കൂറത്തെ പ്രോഗ്രാമാണ്. കണ്ടില്ലേ ഇവിടെ സൈഡിൽ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് ഉള്ളൊരു സംഭവം തന്നിട്ടുണ്ട്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഏതൊക്കെയാണ് ഡാൻസ് ഇവിടെ നടക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഓർഡറിൽ അതിൻ്റെ പേരുൾപ്പെടെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ പേരുകളെന്നുള്ളതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡീറ്റെയിലും അതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്, ആ ഡാൻസൊക്കെ എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളതിൻ്റെ ഡീറ്റെയിലൊക്കെയാണ് നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത് അവർ നമ്മളെ വായിക്കാൻ വേണ്ടിയിട്ട് തന്നേക്കുന്നത്. ഇനി 5 മണിയാകുമ്പോഴത്തേക്ക് ഇത് സ്റ്റാർട്ടാവും.
ഇതിൻ്റെ ഓർഡറിലായിരിക്കും പ്രോഗ്രാം ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത്. ഈ ഒരു ഓർഡർ വെച്ചിട്ടായിരിക്കും ഈ ഒരു പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അടിപൊളി ഒരു പ്രോഗ്രാം ആയിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് 5 മണിക്കത്തെ ആ പ്രോഗ്രാം കാണാം. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി, കൾച്ചറൽ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. നല്ല പ്രോഗ്രാമായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നമ്മൾ കാണാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഇന്ന് ക്യാൻറ്റീനിലെ കാഴ്ചകളായിരുന്നു. ഇതൊക്കെയാണ് ക്യാൻറ്റീനിൽ കാണാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പം നാളെ നിങ്ങൾ കാണാൻ പോണത് ക്യാൻഡി ടു എലെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ട്രെയിൻ ജേണിയാണ് നാളത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്യാൻറ്റീനിലത്തെ വിശേഷങ്ങളും ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എനിക്ക് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു അടിപൊളി സ്ഥലമായിട്ട് നാളെ കാണുന്നവരേക്കും ബൈ.